നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ അതിജീവിതം നൽകിയ പരാതിയിന്മേൽ ഇപ്പോൾ രാഹുലിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ്. ഇന്നലെ വൈകുന്നേരം ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നതുവരെ പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ അതിന് തൊട്ട് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരും കണ്ടിട്ടില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷിത സ്ഥാനം തേടി എവിടേക്ക് ഒളിവിൽ പോയി എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. പാലക്കാട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ഏതെങ്കിലും പ്രദേശത്തേക്കാണോ അദ്ദേഹം പോയതെന്ന് സ്വാഭാവികമായും പോലീസ് സംശയിക്കുന്നുമുണ്ട്. രാഹുലിൻ്റെയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റെയും മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരിൽ അതീവ ഗുരുതരമായ കുറ്റങ്ങൾക്കാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിർബന്ധിത ഗർഭഛിദ്രം, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളനുസരിച്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളാണ് രാഹുലിൻ്റെ പേരിൽ ചുമത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അതിജീവിത തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് നേരിട്ട് പരാതി നൽകിയത്. പരാതിക്കൊപ്പം ഡിജിറ്റൽ തെളിവുകളും മുഖ്യമന്ത്രിക്ക് അതിജീവിത കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. MLAയുടെ ഓഫീസിലേക്ക് ഇന്നലെ പാലക്കാട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ മാർച്ച് നടത്തിയിരുന്നു. CPM, BJP എല്ലാം തന്നെ ഇന്നലെ അവരുടെ യുവജന സംഘടനകളും മറ്റ് പോഷക സംഘടനകളും എല്ലാം തന്നെ ഈ ഓഫീസിലേക്ക് മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം അത്രയും ഗുരുതരമായ വകുപ്പുകളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരിൽ ചുമത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്നവർ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും അവർ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. K. മുരളീധരനും അല്ലെങ്കിൽ VD സതീശനും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രമുഖരായ പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ഇപ്പോൾ യോജിക്കുന്നില്ല. K. സുധാകരൻ മാത്രമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അനുകൂല പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ഏതായാലും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടുക എന്നുള്ള കാര്യം. ADGP H. വെങ്കടേഷ് ഇന്നലെ നേരിട്ട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരുപക്ഷെ അതനുസരിച്ച് അടിയന്തരമായി തന്നെ എന്ത് വില കൊടുത്തും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശക്തമായ തോതിലുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമത്തിലാണ്. ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടമാണ് അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാകാനിരിക്കുന്നത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട FIRൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ളത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂരിലെ വസതിയിലും ഇപ്പോൾ ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് പല സംഘടനകളും രാഹുലിൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും അല്ലാതെ കുടുങ്ങിപ്പോയ ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിലെ ഉന്നതമായ പദവികളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം വലിയൊരു തിരിച്ചടിയാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരികയും ഓഡിയോ സന്ദേശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയൊക്കെ ചെയ്തുവെങ്കിൽ പോലും അതിജീവിത പരാതി നൽകിയിരുന്നില്ല എന്നുള്ളതായിരുന്നു രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായി മാറിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രി അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് പാർട്ടിയിലും സമൂഹത്തിലുമൊക്കെ തന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത് ഭീഷണിപ്പെടുത്തിയാണ് ഗർഭഛിദ്രം നടത്തിയതെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോളിൽ വന്നാണ് ഇത്തരത്തിൽ ഗർഭഛിദ്രം നടത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നും ഇതിനായി നൽകിയ മരുന്ന് രാഹുലിൻ്റെ സഹായിയുടെ കൈവശം കൊടുത്തേക്കുകയായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. ഈ ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് കഴിച്ചതിനെ തുടർന്ന് തനിക്ക് അതിഭീകരമായ അവസ്ഥയിൽ ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്നും അതിജീവിത പറയുന്നതിൻ്റെ ഓഡിയോ സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ രാഹുലിന് വീണ്ടും കുരുക്കായി മാറുകയാണ്. തിരുവനന്തപുരം റൂറൽ വനിതാ സെല്ലിലെ SI ആണ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം പുറത്തു വരുന്നതും പിന്നീട് ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വരുന്നതും. ഒരു സിനിമാ താരവും ആദ്യം രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു എങ്കിലും അവർക്ക് നേരെ ഇയാൾ ശാരീരികമായ പീഡനം നടത്തിയതായി പരാതിയില്ലായിരുന്നു. അങ്ങനെ ഫോണിലൂടെ ചില സന്ദേശങ്ങൾ മോശമായി നടത്തി എന്നുള്ളത് മാത്രമാണ് അതൊന്ന് വെളിപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരും പിന്നെ നിയമ നടപടിക്ക് ഒരുങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹൈക്കോടതി അല്ലെങ്കിൽ സെഷൻസ് കോടതിയിലാണോ ജാമ്യാപേക്ഷ നൽകുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ രാഹുൽ കീഴടങ്ങേണ്ടി വരും. അത് കോൺഗ്രസ്സിന് ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടമായതിനാൽ UDFിനൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ആകെ പൊളിഞ്ഞടുങ്ങി നിൽക്കുന്ന ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കച്ചിത്തുരുമ്പായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക, ജയിലിലടയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അവർ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഏതായാലും യുവതി ഇത്രയും നാൾ പരാതി നൽകിയിരുന്നില്ല എന്നുള്ള ഒരു
ഭാഗമാണ് കോൺഗ്രസ്സുകാർ വാദിച്ചിരുന്നത് എങ്കിൽ ഇനി ആ അക്കാര്യവും ഉന്നയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഏതായാലും ഈ 1-2 ദിവസങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഒപ്പം കേരള പോലീസിനും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടണമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ കേരള പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നത്.